അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചുറ്റിൽ കിടന്നതാമെന്നെ ഇങ്ങനല്ലായിരുന്നു ഞങ്ങളെ പോലെ പൊൻകാരം നീട്ടിപ്പിടിച്ചു. എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താ? നീ ഗർഭിണിയായിരുന്നു, കുഞ്ഞ് അബോഷനായിപ്പോയി. ചുറ്റിൽ കിടന്നതാമെന്നെ നിന്നെ ഞാൻ അടുത്തത് കാണുമ്പോ പൊട്ടി ഒലിക്കുന്നവനായിട്ടല്ല കാണുന്നേ, സൗഖ്യത്തോടെ കാണാൻ പോവാ. ഇത്രമേൽ സ്നേഹിച്ചിടുവാ. ഒരു വർഷമായി ഇങ്ങനല്ലായിരുന്നു ഞങ്ങളെ പോലൊക്കെ ഇരുന്ന. എടാ കൊച്ചേ, വൈദ്യശാസ്ത്രത്തിന് മരുന്നില്ല, ഉണ്ടോ? ഇല്ല. പക്ഷെ യേശുവിന് മരുന്നുണ്ട്. ഇവനെ ദൈവ സൗഖ്യമാക്കും. നിങ്ങൾ താമസിക്കുന്ന വീടില്ലേ, അതിനകത്തൊരു പ്രതിസന്ധി ഉണ്ട്. സത്യം. എന്നോട് കർത്താവ് പറയുക, ഇന്ന് രാത്രി ആ കെട്ടു പൊട്ടി മാറാൻ പോവാ. ഞാന് ഇവരെ കണ്ടുകൊണ്ടിരുന്നപ്പോ കർത്താവ് എന്നോട് പറഞ്ഞു, ഇവിടെ ബാല്യപ്രായത്തിൽ ഒരുപാട് തകർച്ചകളിലൂടെ ഇവർ വന്നേ അല്ലേ മക്കളെ? ഇവിടം വരെ വരുമെന്ന് വിചാരിച്ചല്ല. അപ്രതീക്ഷിതമായിരുന്നു നിങ്ങളുടെ വീട്ടിലെ എല്ലാ സംഭവവും. അപ്പൻ മരിച്ചത്, പിന്നീടുള്ള അവസ്ഥകൾ. ഞാൻ നിന്നോടൊരു ദൂത് പറയാം, അടുത്ത വർഷം ഈ സമയത്ത് ദൈവം നിനക്കൊരു കുഞ്ഞിനെ തരും. നിങ്ങൾ കൈയൊന്ന് അടിച്ച് കർത്താവിന്റെ സ്തോത്രം പറ. എടി മോളെ, നീ ഗർഭിണിയായിരുന്നു, കുഞ്ഞ് അബോഷനായിപ്പോയി. എത്ര നാൾ മുമ്പ്? 5 മാസമായി. അന്ന് ഒത്തിരി കരഞ്ഞു. സത്യം. എന്നോട് ദൈവം പറയുക, കായീൻ കൊന്ന ഹാബേലിന് പകരം ദൈവം നിനക്കൊന്ന് തരാൻ പോവാ. കൈ അടിച്ചു വിളിക്കാൻ പറ്റുന്ന ആളുകള്, കാതരം തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകള് ഒരുമിച്ചൊന്ന് വിളിച്ചോ. ഇന്ന് രാത്രി ഇവരുടെ കുടുംബത്തിനകത്തൊരു ദൈവപ്രവൃത്തി ഉണ്ടാകാൻ പോകുകയാ. ഇവിടെ നഷ്ടങ്ങളുടെ കണക്ക് ആരംഭിച്ചത് ഇന്ന് തൊട്ട് 19 വർഷത്തിന് പുറകില്. 19 വർഷം മുൻപ് ആരോഗ്യ ദൃഢഗാത്രനായ അപ്പനെ എടുത്തുകൊണ്ട് പിശാച് മരണത്തിലേക്ക് പോയി. അന്ന് തൊട്ട് ആരംഭിച്ചതാ ഇവിടെ കുടുംബത്തിലെ തകർച്ച. ഇന്ന് രാത്രി യേശു ഈ തകർച്ച ഇവിടെ വീട്ടിൽ നിന്ന് മാറ്റാൻ പോവാ. അതരമൊന്ന് തുറന്ന് കൈയടിച്ച് കാന്തരംകുളങ്കാരി ഇന്ന് രാത്രി യേശുവിനെ വിളിച്ചോ. ഇന്ന് രാത്രി വരെ ഇവിടെ തകർച്ച നിന്നിട്ടില്ല, പക്ഷേ ഇന്ന് രാത്രി കർത്താവ് തകർച്ചകളെ ഇവിടെ വീട്ടിൽ നിന്ന് ഉടയ്ക്കാൻ പോവാ. നീ ചത്തുപോന്ന ഡോക്ടർമാര് പറഞ്ഞു അല്ലയോ? അത്രയ്ക്ക് സീരിയസ് ആയിരുന്നു. അറിയിക്കൊണ്ടല്ല അറിയിക്കാൻ ഡോക്ടർമാര് പറഞ്ഞ, പക്ഷെ കർത്താവ് എന്നോട് പറയാ, ഇവൻ ജീവിച്ചിരിക്കും. കഴിഞ്ഞ 1 വർഷം മുൻപ് അവൻ എങ്ങനായിരുന്നോ ശരീരം ഉണ്ടായിരുന്നേ, അങ്ങനെ തിരിച്ചു വരുന്നീ. നിന്റെ വീട്ടിലൊരു അമ്മയുണ്ട്, ഒത്തിരി കരഞ്ഞ അമ്മ. 20 വർഷം മുമ്പ് നഷ്ടം വന്ന അമ്മ. ആ അമ്മ കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരു തൂതും കൂടെ ഞാൻ പറയുക, നിന്റെ വീടിനെ ഇന്ന് രാത്രി ദൈവം റിപ്പയർ ചെയ്യാൻ പോവാ. യേശുവിന്റെ അത്ഭുതത്തിന്റെ കലവറ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി വ്യാപരിക്കാൻ പോവാ. കാഞ്ഞുരംകുളം കേൾക്കുന്നുണ്ടെങ്കിൽ ഈ രാത്രി കൈയടച്ച യേശുവിന് ഒന്ന് നന്ദി പറയാൻ പറ്റുമെങ്കിൽ, കൊച്ചാ നിന്നെ കാണുമ്പോ ഒരു തൂതൂടെ പറയാൻ യേശു എന്നോട് പറയുക. അതിങ്ങനാ പറയുന്നേ, നീ നീണ്ട മാസങ്ങൾ കിടപ്പിലായിരുന്നു, എഴുന്നേറ്റ് കിടക്കാൻ പറ്റുകയില്ല, ആ ഒരവസ്ഥയായിരുന്നു. സത്യ, ദേഹം മൊത്തം പൊട്ടി ഒലിക്കുമായിരുന്നു. കൊച്ചേ, ഇന്ന് രാത്രി ഈ പഴുപ്പ് നിന്റെ ശരീരത്തിൽ മാറും. നിന്നെ ഞാൻ അടുത്തത് കാണുമ്പോ പൊട്ടി ഒലിക്കുന്നവനായിട്ടല്ല കാണുന്നേ, സൗഖ്യത്തോടെ കാണാൻ പോവാ. ഇത് മോനെ ഇന്നത്തെ തുടങ്ങിയ പോരാട്ടം അല്ല, 20 വർഷത്തിന് പുറകിലത്തെ പോരാട്ട. പാമ്പുകളെ, തേളുകളെ, ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടാൻ അധികാരം തന്ന യേശുവിന്റെ നാമത്തിൽ സഭ പ്രാർത്ഥിക്കാൻ പറ്റുന്നവരൊക്കെ പ്രാർത്ഥിര. ആരോഗ്യ ദൃഢഗാത്രനായ ചെറുപ്പക്കാരനായിരുന്നു ഈ പ്രശാന്ത്. എന്റെ പൊന്നുമക്കളെ, ഇത്രയും മതി നമ്മൾ തീരാൻ. ഈ കൊച്ചിനെ നിങ്ങൾ കണ്ടോ? നിങ്ങളെ പോലിരുന്ന, നിങ്ങളെക്കാൾ മിടുക്കനായിരുന്ന
നമ്മൾ തമ്മിൽ ആദ്യം കാണുക അല്ലയോ? അല്ലയോടാ? അതെ അതെ. ആന്നു. അവനെ എന്നെയും കൂടെ അറിയാവുന്ന ഒരാള് കാഞ്ഞംകുളത്ത് വന്നിട്ടുണ്ട്. ആളിന്റെ പേര് യേശു എന്നാ. ഇവന്റെ കാര്യം എന്നോട് പറഞ്ഞിരുന്ന കാഞ്ഞിരംകുളംകാരെ, യേശുവാണ്, യേശുവിന്റെ ശക്തിയാണ്. മോളെ, ഇന്ന് രാത്രി നിന്റെ വീട് തിരിച്ചു നടക്കും. ഈ 19 നിന്റെ അപ്പം മരിക്കുമ്പോൾ നിനക്ക് എത്ര വയസ്സുണ്ട്? നേഴ്സറി പഠിക്കുക, 4 5 വയസ്സ് അല്ലേ? നിനക്ക് എത്ര വയസ്സുണ്ട് തരാം? നീ 3ാം ക്ലാസ്സിൽ പഠിക്കുക. മക്കളെ, ആ വർഷത്തിലോട്ട് നിന്റെ വീട് തിരിച്ചു പോകാൻ പോവാ. അന്ന് കെട്ടിയ കെട്ടിന്ന് പൊട്ടിപ്പോവും. മോളെ, ആ ഒരു ആധിപത്യം നിനക്ക് പിള്ളേരെ തരാഞ്ഞേ, അതിന്റെ പിൻപിൽ ഒരു വ്യാപാര ശക്തിയുണ്ട്. നിന്റെ ഭർത്താവ് എന്നെ കാണാൻ വരും, നിന്റെ അമ്മയും വരും, നിന്റെ വീട് അടിമുടി മാറും, നിന്റെ ചേട്ടൻ യേശുവിന്റെ സാക്ഷിയാകും. സഭയൊന്ന് കൈയടിച്ച് ആദരമൊന്ന് തുറന്ന് ഒരു വാക്കൂടെ പറഞ്ഞിട്ട് ഞാൻ പോവാ. ദൈവം നിനക്ക് അടുത്ത വർഷം ഈ സമയത്ത് ഒരു തലമുറയെ തരാൻ പോവാ.